ഓക്കെ, ഡോക്ടർ ജിൻഡോ ജോൺ, ഇവർ സമരം നടത്തുന്ന സമയത്ത് അവിടെ പോയി നിന്ന് മുഖ്യമന്ത്രി ദുഷ്ടനാണ്, പിണറായി വിജയൻ ദുഷ്ടനാണ് എന്ന് പറഞ്ഞ് അവരെ സമരത്തിലേക്ക് കൊണ്ടുപോകുന്ന നയം ഉണ്ടാക്കിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നൊരു ആരോപണമാണ് അഡ്വക്കേറ്റ് അനിൽകുമാർ കോൺഗ്രസിനെതിരെ മുന്നോട്ട് വെച്ചത്. പക്ഷേ നിങ്ങൾ അവിടെ ചെന്നിരുന്നു, നിങ്ങൾ അവരോട് നിങ്ങളുടെ ഭരണം വന്നാൽ മാറ്റമുണ്ടാകും എന്ന് പറഞ്ഞു. അത് ഇനി നിങ്ങളോട് ചോദിച്ചാൽ മതി എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ആർഗ്യുമെൻറ്റിനെ ഞാൻ മുഖവിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോടൊരു ചോദ്യം, അദ്ദേഹം നമ്മളോട് പറഞ്ഞ് അവസാനിപ്പിച്ച വാചകം എന്താ? ഒഴിവുണ്ടായിട്ടും നിയമനം നടത്താതിരുന്നോ? അതിൻ്റെ അർത്ഥം ഒഴിവുണ്ടായിരുന്നില്ല എന്നാണ് അനിൽകുമാർ വാദിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഒഴിവില്ലാതെയാണോ PSC പരീക്ഷ നടത്തിയത്? PSC പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ വിളിച്ചത്, പരീക്ഷ നടത്തി, ഇൻ്റർവ്യൂ നടത്തി, റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി. അതിപ്പോൾ പിന്നെ എന്തിനാ? നിങ്ങൾക്ക് വെറുതെ ഒരു ഹരത്തിന് വീട്ടിലിരുന്ന പിള്ളേരെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിച്ചാണോ? നിങ്ങൾ എന്തിനായിരുന്നു ഒഴിവില്ലാതെ അങ്ങനെ ഒരു പരീക്ഷ നടത്തിയത്? അപ്പോൾ ഇപ്പോഴത്തെ പുതിയ സർക്കാർ ഉത്തരവാദിത്തമാണെന്നല്ല പറയുന്നത്. ഈ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 1.5 വർഷത്തിന് മേലെയായി അല്ലേ? അപ്പോൾ 40 ദിവസമായ സർക്കാരിനോട് ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാലത്ത് എന്താണ് ചെയ്തതെന്ന് പറയാനുള്ള ഒരു മര്യാദയുണ്ട്. നിങ്ങൾ അതിന് പകരം പറഞ്ഞ എന്താ? അന്ന് സമരത്തിന് ഇരുന്നവർ എന്തിനിരുന്നു എന്ന് അവരോട് ചോദിക്കണമെന്ന്. ആ കുട്ടികൾക്കാർക്കും വീട്ടിലിരുന്നപ്പോൾ ചുമ്മാ മടുത്തിട്ട് വന്ന് സെക്രട്ടേറിയറ്റിൻ്റെ പുറത്ത് സമരത്തിന് ഇരുന്നതല്ല. നമുക്കെല്ലാവർക്കും, നമ്മളൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളാണ്, നമുക്കെല്ലാവർക്കും യാഥാർത്ഥ്യം അറിയാം. പക്ഷെ അതിനെ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല. അവരെ പരീക്ഷയ്ക്ക് ക്ഷണിച്ചത് PSC, അവർ ആപ്ലിക്കേഷൻ കൊടുത്തു, കുത്തിയിരുന്ന് പഠിച്ചു, പരീക്ഷ എഴുതി, റാങ്ക് ലിസ്റ്റിൽ വന്നു. SFIക്കാർ ചെയ്ത പോലെ കോപ്പി അടിച്ചും മറ്റേ മാർക്ക് ലിസ്റ്റ് തിരുത്തിയൊന്നല്ല അവർ വന്നത്. അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ വന്ന ആളുകൾ അവർ നിയമനം കിട്ടാതെ വരുമ്പോൾ ആ ഒരു സെക്രട്ടേറിയറ്റിന് പുറത്ത് വന്ന് സമരം ചെയ്യുന്നു. നമ്മളെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകൾക്ക് ഉത്തരവാദിത്തത്തോടെ മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട്. അതിനെ ആക്ഷേപിക്കാൻ അവർ എന്തിനു വന്നു എന്ന് അവരോട് ചോദിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ആ പരീക്ഷ നടത്തിയെന്നുള്ള ഉത്തരവാണ് ആദ്യം പറയേണ്ടത്. അല്ല, അതിപ്പോൾ അവിടെ മുദ്രാവാക്യം വിളിച്ച വിദ്യാർത്ഥികൾ കൂടി ചോദിക്കുന്നത് തന്നെയാണ്, ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത് എന്തിനാണ് പരീക്ഷ നടത്തിയത് എന്ന് തന്നെയാണ്. അല്ല, ഞാൻ അനിൽകുമാറോട് അതാ ചോദിക്കുന്നത്. ഈ പരീക്ഷ നടത്തിയത് UDFന്റെ കാലത്തല്ല, LDFന്റെ കാലത്താണ്. നിങ്ങൾ എന്തിനു പരീക്ഷ നടത്തി? എന്നിട്ട് അവർ പറയുകയാണ് എന്തിനു വന്നിരുന്നു എന്ന് അവരോട് ചോദിക്കണമെന്ന്. നിങ്ങൾക്ക് ഇതുവരെ അറിയില്ലേ? 40 ദിവസം മുമ്പുള്ള ഒരു കാര്യം അനിൽകുമാറിന് ഓർമ്മയില്ലാത്ത പോലെ പറയാൻ പാടില്ല. ഇനി ഞാൻ ഒരു കാര്യം പറയാം. താങ്കൾ ഇവിടെ കുറേ നുണകൾ പറഞ്ഞു. അതിലൊരു നുണ ആദ്യം പൊളിച്ചിട്ട് ഞാൻ ബാക്കിയത്തിലേക്ക് വരാൻ മറുപടി താങ്കളുടെ സമയത്ത് അല്ലല്ലോ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. എന്താണ് മാധു ഇത്? അല്ല, അങ്ങയുടെ ഊഴത്തിൽ പറയാം, അങ്ങനെയായിരുന്നല്ലോ. എനിക്കെന്താ വിഷമം? നിങ്ങൾ പിള്ളേരെ പറ്റിച്ചാൽ എനിക്കെന്താ വിഷമം? ഞാനൊന്ന് പറയട്ടെ, എനിക്കെന്താ വിഷമം? നിങ്ങൾ പിള്ളേരെ പറ്റിച്ചാൽ എനിക്കെന്താ വിഷമം? നിങ്ങളുടെ സ്വഭാവം അതല്ലേ? എന്തൊക്കെ സംഭവിച്ചാലും പഠിക്കാത്ത കുറെ ആളുകൾ എന്നോടല്ലേ ചോദിച്ചത്? എന്നോടാണ്, ഞാനല്ലേ മറുപടി പറയുന്നത്. എന്നോടല്ലേ ചോദിച്ചത്? ഞാൻ പറയാന്നേ, ഞാൻ അവസരം തന്നെ നിങ്ങൾ പറഞ്ഞു. ഞാൻ പറയട്ടെ, പറഞ്ഞുകൊണ്ട് ഞാൻ പറയാൻ തുടങ്ങിയതാ. ഞാൻ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങിയതാ. അല്ല, അങ്ങ് അഡ്വക്കേറ്റ് അനിൽകുമാർ അങ്ങ് എത്രയോ കാലമായി ചർച്ചയിലിരിക്കുന്നതാണ്. ഒരാളുടെ അവസരം കഴിഞ്ഞിട്ടാണല്ലോ അങ്ങയുടെ ഊഴം. അപ്പോൾ അങ്ങ് പറയാം, ഈ ചോദ്യത്തിന് മറുപടി തന്നെ പറയാം. ഡോക്ടർ ജിൻഡോ പറയൂ. ഇത് ഞാനും ശ്രീ അനിൽകുമാറും തമ്മിലുള്ള വ്യക്തിപരമായ അതിർത്തി തർക്കമൊന്നുമല്ലല്ലോ. നമ്മൾ സർക്കാരുകളുടെ കാലത്ത് ഈ നാട്ടിലെ പിള്ളേർ പരീക്ഷ എഴുതിയ കാര്യത്തിൽ നിയമന ശുപാർശ കിട്ടാത്ത വിഷയത്തിലുള്ള അഭിപ്രായമാണ് പറയുന്നത്. ഞാൻ പറയുന്നത് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ താങ്കൾക്ക് തുറന്നു പറയാം. ഞാൻ ഫാക്ട് വെച്ച് ചോദിച്ചു, താങ്കൾ അതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും മറുപടി പറഞ്ഞു. ഒരു കള്ളം താങ്കൾ പറഞ്ഞു. കേരളത്തിൽ, ഇന്ത്യയിൽ ഒരുപാട് സ്കൂളുകൾ പൂട്ടിപ്പോയി. ഇതിന് മാത്രം ഒരു മറുപടി പറയട്ടെ മാധു. വേറെ പലതിനും മറുപടി പറയാതെ ഞാൻ വിട്ട് കളയുന്നതാണ്. ഇന്ത്യയിൽ ഒരുപാട് സ്കൂളുകൾ പൂട്ടിപ്പോയി, കേരളത്തിൽ ഒന്നും പൂട്ടിയില്ലെന്ന്. ഈ 2026 ഫെബ്രുവരി 4 ജോൺ ബ്രിട്ടാസ് എന്ന രാജ്യസഭ MP, CPMന്റെ രാജ്യസഭ MP ആണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് 18,727 സ്കൂളുകൾ ഈ രാജ്യത്ത് മൊത്തത്തിൽ പൂട്ടിപ്പോയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് രാജ്യസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി മറുപടി കിട്ടിയിട്ടുണ്ട്. അതിൽ 2020-21 കാലത്ത് കേരളത്തിലെ സർക്കാർ സ്കൂളുകളുടെ എണ്ണം 5020 ആയിരുന്നു. അത് 24-25 ആയപ്പോൾ 4808 കുറഞ്ഞു. അപ്പോൾ 1,200 സ്കൂളുകൾ എവിടെ പോയി അനിൽകുമാറെ? ആ സർക്കാർ മേഖലയിൽ പൂട്ടിപ്പോയ സ്കൂളുകൾ നിങ്ങളുടെ കാലത്താണെന്ന് നിങ്ങളുടെ രാജ്യസഭ MP തന്നെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 1,247 സ്കൂളുകൾ സ്വകാര്യ മേഖലയിലും പൂട്ടിപ്പോയിട്ടുണ്ട്. 500 ചില സ്കൂളുകൾ 5 വർഷത്തിനിടയിൽ പൂട്ടിപ്പോയിട്ടത് നിങ്ങളുടെ കാലത്താണ്. അത് ആരുടെയും വ്യക്തിപരമായ ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ മാത്രം കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. പലതരം നയങ്ങളുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നടക്കാത്ത രീതിയിൽ കള്ളം മാത്രം പറയരുത്. ഞാൻ തിരിച്ച് വിഷയത്തിലേക്ക് വരാം. PSC റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. എന്തിനാണ് അനിൽകുമാറെ PSC ആസ്ഥാനത്ത് ചെയർമാൻ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യാനായിട്ട് ക്രൈംബ്രാഞ്ച് കയറി ഇറങ്ങി നിരങ്ങുന്നത്? എന്തിനാണ് PSC ഉത്തരക്കടലാസുകളും മറ്റു ഫയലുകളും കത്തിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ഇടുന്നത്? എന്തുകൊണ്ടാണ്? വിവരാവകാശ രേഖ പ്രകാരം 20 വർഷം മുമ്പോൾ 20 വർഷം വരെയുള്ള രേഖകൾ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് വിവരാവകാശ നിയമം നമ്മളെ പ്രാപ്തരാക്കുന്നുണ്ട്. അപ്പോഴാണ് കേരളത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ അതുമായി ബന്ധപ്പെട്ട ഫയലുകളൊക്കെ നശിപ്പിച്ച് കളയാൻ ഓർഡർ ഇടുന്നത്. ആരെ പേടിച്ചിട്ടാണ്?
ഈ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന, മര്യാദയ്ക്ക് പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന, സെക്രട്ടേറിയറ്റിന് പുറത്ത് കുത്തിയിരുന്ന് സമരം ചെയ്യുന്ന കുട്ടികളെ പേടിച്ചിട്ടാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഉത്തരവാദികൾ PSC ആണ് ഒന്നാമത്തെ ഉത്തരവാദി. ഞാൻ ഒരു കാര്യം കൂടി പറയാം മാധു, ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷം ജൂൺ മാസം 11-ാം തീയതി കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി K. മുരളീധരൻ അദ്ദേഹത്തിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സർക്കുലർ കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് വേക്കൻസികൾ അടിയന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്യണം, PSC വഴി റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികളെ നിയമിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. അത് കാര്യമാത്ര പ്രസക്തമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതിന്റെ ഉത്തരവാദിത്തം ഈ കേരളത്തിലെ സർവീസ് സംഘടനകളുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഏറ്റെടുക്കണം. അതിന് മറുപടി പറയണം. നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്നുള്ളതിൽ നിങ്ങൾ അന്വേഷിക്കണം. താൽക്കാലിക ജോലി ചെയ്യുന്നവരുടെ എണ്ണം, കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം, റിപ്പോർട്ട് ചെയ്യാത്ത ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്ത കുറവ്, ഇതെല്ലാം നടക്കണമെന്നേ. നമുക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ നാട്ടിലെ പഠിച്ച പരീക്ഷ അങ്ങനെ സർക്കാരിന്റെ സിസ്റ്റത്തിനനുസരിച്ച് പ്രവർത്തിക്കാത്ത ഉദ്യോഗസ്ഥർക്ക് അതിന് വില കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്നത് ഇവിടുത്തെ മന്ത്രിമാർ തന്നെയാണല്ലോ. റിപ്പോർട്ട് ചെയ്യാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ട് സംവിധാനങ്ങളിൽ നിന്ന് ആ റിപ്പോർട്ടിംഗ് ഉണ്ടാകുന്നില്ല എങ്കിൽ അത് ഭരണത്തിൽ പിടിയില്ലാത്തത് കൊണ്ടാണ്. 40 ദിവസം കൊണ്ട് അത് ഉണ്ടാക്കിയെടുക്കുമോ എന്ന് ചോദിച്ചാൽ ശരിയായിരിക്കാം, പരിമിതികൾ ഉണ്ടായിരിക്കാം. പക്ഷെ അത് ഉണ്ടായിരിക്കും എന്ന് എൻഷുർ ചെയ്യേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. മാധ്യമപ്രവർത്തകർ അത് എൻഷുർ ചെയ്യാൻ കഴിയില്ല. തീർച്ചയായിട്ടും മാധു, ഞങ്ങൾ കൃത്യമായിട്ട് പറയും സർക്കാർ അത് എൻഷുർ ചെയ്യും. പക്ഷെ നിങ്ങൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതുകൂടി നിങ്ങളൊന്ന് അതിൻ്റെ പുറകെ കൂടി ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനം കൂടി നടത്തണമെന്നാണ് എൻ്റെ ഒരു സജഷൻ. സർക്കാർ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഓർഡർ ഇട്ട് സർക്കുലർ പോയിട്ട് 14 ദിവസമായി, ഇനി 7 ദിവസം കൂടി ബാക്കിയുണ്ട്. ആ 7 ദിവസത്തിനുള്ളിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അല്ലാത്ത രീതിയിൽ അതിന് കാലവിളംബം വരുത്തുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. പക്ഷെ നമ്മൾക്ക് പൊതുസമൂഹത്തോട് ഒരു ഉത്തരവാദിത്തമില്ലേ? ഈ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന കുട്ടികൾ ഇവരാരും കത്തിക്കുത്ത് കേസിലെ പ്രതികളും കോപ്പി അടിച്ച ആളുകളും റാങ്ക് ലിസ്റ്റ് ഉത്തരക്കടലാസ് തിരുത്തിയ ആളുകളും വേണ്ടപ്പെട്ടവരല്ലാത്തത് കൊണ്ട് മാത്രമല്ല അവർ പെരുവഴിയിൽ ഇരിക്കേണ്ടി വരുന്നത് അല്ലേ? അപ്പോൾ PSC ചെയർമാന്റെ ഡ്രൈവറുടെ ബന്ധുവിനും അക്രമം നടത്തുന്ന ഗൺമാന്റെ ബന്ധുവിനും ഒക്കെ നിയമനം കൊടുക്കാൻ, ശുപാർശ കത്ത് കൊടുക്കാൻ, വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ ആർജവം കാണിച്ച ഒരു സർക്കാരിന്റെ കാലത്ത് പെരുവഴിയിലിരുന്ന കുട്ടികളോടാണ് ചോദിക്കുന്നത്. ആ പാർട്ടിയുടെ പ്രതിനിധി വന്ന് ചോദിക്കുക അവരെന്തിനാ സമരത്തിലിരുന്നെന്ന് അവരോട് ചോദിക്കാൻ. ആ ചോദ്യം ഞാൻ ചോദിക്കില്ല. ശരി. Debate with Madhu Saji.